സംസ്ഥാന സ്കൂൾ കലോത്സവം രണ്ടാം ദിനം 25 വേദികളിലായി മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഒപ്പനയും നാടകവും അടക്കമുള്ള ഗ്ലാമർ ഇനങ്ങളും ഇപ്പോൾ നടക്കുന്നു. ചെണ്ടമേളം, മോഹിനിയാട്ടം, ദഫ്, ബാൻമേളം മത്സരങ്ങളും ഇന്നാണ്. ആദ്യ ദിനത്തിലെ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. തിരുവാതിര വേദിയിൽ നിന്ന് അനീഷ പവാർ നമ്മോടൊപ്പം ചേരുന്നു. അനീഷ, എങ്ങനെ പുരോഗമിക്കുന്നു ആദ്യ ദിനത്തിലെ മത്സര ഇനങ്ങൾ? ഇന്നലെ മത്സരങ്ങൾക്കൊക്കെ തുടക്കമിട്ടിരുന്നു. ഇതിപ്പോൾ വിവിധയിടങ്ങളിലായി 249 ഇനങ്ങൾ മത്സരങ്ങളാണ് നടക്കാനിരിക്കുന്നത്. അതിൽ 25 വേദികളിലായിട്ട് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. നമുക്ക് ആദ്യം ഒന്ന് പോയിന്റ് പട്ടികയിൽ ഒന്ന് കണ്ണോടിക്കാൻ തോന്നുന്നു. കാരണം തുടക്കം മുതൽ കണ്ണൂർ ആധിപത്യം പുലർത്തുന്നുണ്ട് എന്നുള്ളത്. 235 പോയിന്റുമായി കണ്ണൂരാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. പക്ഷേ തൊട്ട് പിന്നിൽ 1 പോയിന്റിന്റെ വ്യത്യാസത്തിൽ മാത്രം കോഴിക്കോട് ജില്ല പിന്നിലുണ്ട്. 234 പോയിന്റാണ് കോഴിക്കോടിന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ഉള്ളത്. തൊട്ടു പിന്നിൽ തന്നെ തൃശ്ശൂരും പാലക്കാടും 232 പോയിന്റുമായി തൊട്ടു പിന്നിലുണ്ട്. അതോടൊപ്പം തന്നെ ഇതുവരെ പൂർത്തിയായത് 65 ഇനങ്ങളാണ്. 249 ഇനങ്ങളിൽ 65 ഇനങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഏതായാലും മത്സരങ്ങൾ ഇന്ന് നിഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഗ്ലാമറസ് ഇനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. നാടകം, ഒപ്പന, അതാണ് ഒരുപക്ഷെ പ്രധാനപ്പെട്ട ഇനങ്ങൾ. ഞാനിപ്പോൾ ഉള്ളത് വേദി 2 പെരിയാറിലാണ്. അവിടെ ഇപ്പോൾ തിരുവാതിര മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 16 ടീമുകളാണ് മത്സരിക്കാനുള്ളത്. 14 ഇപ്പോൾ അതിൻ്റെ അവസാനത്തെ ക്ലസ്റ്റർ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ തിരക്ക് ഓരോ വേദികൾക്ക് മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നൊരു പക്ഷേ ഞായറാഴ്ച ആയതുകൊണ്ട് ആയിരിക്കാം തിരുവനന്തപുരത്തിൻ്റെ ഓരോ കോണുകളിൽ നിന്നും ഒട്ടനവധി കലാപ്രേമികൾ ഓരോ വേദികളിലേക്കും ഒഴുകിയെത്തുന്നുണ്ട്. ആ ഒരു തിരക്ക് നമുക്ക് എല്ലാ വേദികളിലും കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ടതൊന്ന് നാടകം തന്നെയാണ്. നാടകം രാവിലെ 9:30 ആരംഭിക്കേണ്ടതായിരുന്നു. പക്ഷേ ഏതാണ്ട് 8 മണിയോടുകൂടി തന്നെ ആ വേദികളെല്ലാം തന്നെ ഒരു ഫില്ലായിട്ടാണ് നമുക്ക് കാഴ്ചക്കാരെ കാണാൻ സാധിച്ചത്. അതേസമയം തന്നെ 9:30 തന്നെ തിരുവാതിര മത്സരവും ആരംഭിച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇനി ഈ വേദി 2 പെരിയാറിൽ നടക്കാനുള്ളത് നാടോടി നൃത്ത മത്സരമാണ്. അതിനും ഇതുപോലെ തന്നെയുള്ള വലിയ കാണികളെ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ഓരോ മത്സരങ്ങളും തകൃതിയായി തന്നെ പുരോഗമിക്കുകയാണ് നിഷ.